everybody, welcome back to my channel. ഞാൻ ഇൻട്രോ ചെയ്യുന്നത് 3 പേര് എനിക്കൊരു മെസ്സേജ് അയച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച എവിടെ പോയെന്ന് ചോദിച്ചിട്ട്. സോ കഴിഞ്ഞ ആഴ്ച എന്റെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഐ couldn't shoot, edit and post all those things. അത് കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ സ്കിപ്പ് ചെയ്തു. പക്ഷെ ഈ ആഴ്ച എന്റെ അടുത്ത് 3 പേരും പറഞ്ഞു ഈ ആഴ്ച വീഡിയോ ഇടാൻ മറക്കരുതെന്ന് പറഞ്ഞു. സോ 3 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇൻട്രോയും അപ്പോളജീസും പറയുന്നത്. ഐ എം റിയലി സോറി ഫോർ നോട്ട് പോസ്റ്റിംഗ്. ഐ എം റിയലി താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ അറ്റ് ദ സെയിം ടൈം. കാരണം വെച്ചാൽ 3 പേരെങ്കിൽ 3 പേര് എന്നോട് ചോദിച്ചില്ലേ എവിടെ പോയി എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഐ എം റിയലി ഹാപ്പി ഓൺ ദാറ്റ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻട്രോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. നോട്ട് ലീ ദാറ്റ് ഐ നീഡ് ടു ടോക്ക് ടു യു അബൌട്ട് സംതിങ് എൽസ്. സോ ഇൻസ്റ്റാഗ്രാമിൽ റീസെന്റ് ആയിട്ട് എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയും അഡൾട്ടിങ്ങിലേക്ക് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 19 കഴിഞ്ഞിട്ട് 20s എല്ലാ കാര്യങ്ങളും പതിയെ തന്നെ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ട്രാൻസിഷൻ വാസൻ ദാറ്റ് സ്മൂത്ത് ഫോർ ദാറ്റ് പേഴ്സൺ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു വൈ ഡോണ്ട് യു മേക്ക് എ സീരീസ് ഓൺ ദാറ്റ്. ഈ വീഡിയോയിൽ തന്നെ വൈ ഡോണ്ട് യു മേക്ക് ഇറ്റ് ആസ് എ സെഗ്മെന്റ് where you talk about adulting-ന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി സംസാരിച്ചുകൂടാ എന്ന് എന്നോട് ചോദിച്ചു. And I thought that makes sense and I can talk about it. I'm a person who went through all these things. Right now I'm going to be in my mid-20s right now. I'm going to turn 25 basically this year. So എന്റെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ ഈ ട്രാൻസിഷൻ എളുപ്പമാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. And I've noted it down as well. So I thought that why not I share it with you guys. And if you want to watch that segment, watch till the end of the video and I'll see you there. പുറത്ത് നല്ല മഴയാണ്. ആൻഡ് ഐ എം ക്രേവിംഗ് ഫോർ മാഗി റൈറ്റ് നൗ. ഇവിടെ ആണെങ്കിൽ നൂഡിൽസ് ഒന്നും ഇരിപ്പില്ല. സോ ഐ എം ഗോണ ഗോ റൈറ്റ് നൗ. I add a few oil so that the noodles doesn't stick to each other. A pinch of salt. And let the noodles sit for like nearly 5 minutes. പക്ഷെ എനിക്ക് കിട്ടിയ കോക്ക് ഉണ്ടല്ലോ അപ്പം തണുത്തിട്ടുണ്ടായിരുന്നില്ല. ഐ ലൈക്ക് ഇറ്റ് ബിറ്റ് മോർ കോൾഡർ. സോ ഐ യൂഷ്വലി യൂസ് എ വേ ടു മേക്ക് ഇറ്റ് എ ബിറ്റ് മോർ കോൾഡർ. സോ ഐ ജസ്റ്റ് ഷോ യു. So basically it's very simple. So you will have to take your coke and wrap it with the tissue paper. പറ്റാവുന്ന രീതിയിൽ ഒന്ന് റാപ്പ് ചെയ്താൽ മതി. ലൈക്ക് ദിസ് എന്തായാലും ഇത് കവർ ആവില്ല. സോ ജസ്റ്റ് ലൈക്ക് ദിസ് ആൻഡ് മേക്ക് ഇറ്റ് വെറ്റ്.
I made it wet. After making it wet, pop it in the freezer. ഒരു 5 മിനിറ്റ് 6 മിനിറ്റുള്ളിൽ നന്നായിട്ട് തണുത്ത് കിട്ടും. കാരണം ആ ടിഷ്യൂ പേപ്പർ പെട്ടെന്ന് ഫ്രീസ് ആവാം തണുപ്പ് കൊണ്ടിട്ട്. കാരണം തിൻ ക്യാൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രീസ് ആയി കിട്ടും. നൂഡിൽസ് എന്തായി നോക്കട്ടെ. കോക്ക് ഏകദേശം ഫ്രീസ് ആയിട്ടുണ്ട്. And it's not that cold. കുറച്ച് നേരം ആകെപ്പാടെ ഒരു നിയർലി ഒരു 6 to 7 minutes മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുള്ളൂ. But I think it's really cold right now. I'm doing a collaboration with a brand called Vastramay on Instagram. So അവർ എനിക്ക് അവരുടെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ബേസിക്കലി രക്ഷാബന്ധൻ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു വീഡിയോ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് they have sent me a package. സോ ഐ തോട്ട് that നിങ്ങളെയും കൂടെ കാണിക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ അവരുടെ POC എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഡ്രസ്സ് ഇട്ട് നോക്കണം, കാരണം സൈസ് വേരിയേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഐ യൂഷ്വലി വെയർ മീഡിയം ക്ലോത്ത്സ്. അപ്പോൾ അവരുടെ ബ്രാൻഡിൽ എൻ്റെ സൈസ് വെച്ച് നോക്കിയപ്പോഴത്തേക്കും അത് സ്മോളിലേക്കാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു ഒന്ന് ഇട്ട് നോക്കിയിട്ട് എക്സാക്റ്റ് ഒന്ന് പറയണം, കാരണം പ്രോപ്പർ ഫിറ്റ് അല്ലെങ്കിൽ വീഡിയോസിൽ അത്ര നല്ല ഭംഗി ഉണ്ടാവില്ലല്ലോ. കൈയൊക്കെ ഇറങ്ങി കിടക്കുകയാണെങ്കിൽ വീട്ടിലൊക്കെ ഇങ്ങനെ ഇടുമെങ്കിലും ഐ പ്രിഫർ വെരി വെൽ ഫിറ്റഡ് ക്ലോത്ത്സ് വെൻ ഐ ഗോ ഔട്ട് സൈഡ്. വീട്ടിലിടുമ്പോഴത്തേക്ക് ഐ ജസ്റ്റ് വാണ്ട് സംതിങ് വെരി ബ്രീസി ലൂസ് ആൻഡ് ഓൾ. ഇപ്പോൾ എൻ്റെ സൈസ് നോർമലി മീഡിയം ആണെങ്കിൽ ഐ യൂസ് ടു ബൈ XL അല്ലെങ്കിൽ XXL സാധനം to wear at home. But when you go outside, the thing is very different, right? I just want something perfect. എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് സിൽവെറ്റ് ഉള്ള ക്ലോത്ത്സ് ഇടുന്നതാണ് എപ്പോഴും പുറത്ത് പോകുമ്പോഴത്തേക്കും. ഐ ഫീൽ വെരി കോൺഫിഡൻറ്റ് ആൻഡ് ഐ ഫീൽ വെരി കംഫർട്ടബിൾ ഇൻ ലൈക്ക് പെർഫെക്റ്റ് സിൽവെറ്റ് ക്ലോത്ത്സ്. Without much delay, let's open this and see how the kurta is. ഇതൊരു ലാവൻഡർ ഒരു ബേബി പിങ്കിഷ് കളറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. I don't know അത് തന്നെയാണ് വന്നിട്ടുള്ളത്. Anyway, let's see. So this is the Nehru jacket. ഒരു 3-piece സാധനമാണ്. ഇറ്റ്സ് എ പാൻറ്. ഇതൊരു പാൻറ്റും ഇതായത് കുർത്തയുടെ പുറത്ത് വരുന്ന ഒരു നെഹ്റു ജാക്കറ്റാണ്. ഇറ്റ് ലുക്സ് ഗുഡ്. ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. ഐ ഹോപ്പ് യു കൻ സീ ദിസ് കളർ. ഇറ്റ്സ് സംവാട്ട് ഒരു പിങ്കിഷ് ടോണാണ് ഉള്ളത്. ബട്ട് ഇറ്റ് ലുക്സ് ഗുഡ്. എനിക്കിങ്ങനെ ഈ ഒരു കളർ ടോണിലുള്ള സംഭവം ഒന്നും ഇല്ല. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്.
ഇതിനൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ കുർത്തയ്ക്ക് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഇതിന്റെ പാൻറ് ഭയങ്കര ചെറുതാണ്. എൻ്റെ ഒരു മുട്ടിനും എൻ്റെ കാൽപാദത്തിന്റെ ഇടയ്ക്ക് നിൽക്കുകയാണ് ഇവർ തന്ന പാൻറ്. ഈ ഇട്ടിരിക്കുന്ന പാൻറ് ഇസ് മൈ പാൻറ് ദാറ്റ് ഐ യൂഷ്വലി ഹാവ്. ബട്ട് കുർത്തയും ബാക്കി സംഭവങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല പക്ക സ്റ്റിച്ചിങ് ആണ്. അതായത് ഷോൾഡർ ഒന്നും ഇറങ്ങിയിട്ടില്ല, എല്ലാം കറക്റ്റ് തന്നെയാണ്. പക്ഷെ പാൻറ് മാത്രം പ്രശ്നമുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് ഐ വിൽ ടെൽ ദി ബ്രാൻഡ്, ഐ വിൽ കോൾ ദം ആൻഡ് ഇൻഫോം ദാറ്റ് ഈ പാൻറ്റിന്റെ ഹൈറ്റിന് എന്താ ചെയ്യാൻ പറ്റുക, അതോ എൻ്റെ ഈ പാൻറ് തന്നെ മതിയോ എന്നൊക്കെ ഉള്ളൊരു കാര്യം. എൻ്റെ ഈ പാൻറ് സമ്മതിക്കാൻ ചാൻസ് ഇല്ല, കാരണം ആ ബ്രാൻഡിൻ്റെ ആയിട്ടല്ലേ പോകുന്നത്. അപ്പം എൻ്റെ പാൻറ് ഇടുമ്പോഴത്തേത് വേറെ ബ്രാൻഡിൻ്റെ ആയതുകൊണ്ട് അവർ സമ്മതിക്കുന്നത് എനിക്കറിയത്തില്ല. ഐ നീഡ് ടു ആസ്ക് ദം ആൻഡ് വെരിഫൈ. അടുത്ത തലവേദന. സോ ഐ ഗെറ്റ് എ ബിറ്റ് നെർവസ് വെൻ തിങ്സ് ലൈക്ക് ദിസ് ഹാപ്പൻ. I don't know. I think that I'll talk to them and make it work, I guess. But the kurta looks nice. The color is actually nice. I think it's a pastel pink. It looks nice. അപ്പോൾ എനിക്ക് വൈകാതെ നിന്ന് ഷൂട്ട് ചെയ്യണം. അതിന് മുന്നേ I need to get the pan thing resolved. അതിനുശേഷം everything will be all right, I guess. So ഞാൻ നിങ്ങളോട് വീഡിയോന്റെ തുടക്കം പറഞ്ഞതല്ല, let's start that segment. So I've been thinking about this. ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ മെസ്സേജ് കിട്ടിയപ്പോൾ തന്നെ ഈ സെഗ്മെന്റ് എന്താ പേരിടുക എന്നൊക്കെ ആലോചിച്ചിട്ടിരിക്കായിരുന്നു. I feel like calling this segment as adulting. എനിക്ക് വേറെ പേരൊന്നും കിട്ടുന്നില്ല. I'll break down the things that I have learned through my adulting so that you can be cautious while you're going through it. Wow, that was nice. ഓക്കെ, ഇന്നത്തേക്ക് ഞാൻ സംസാരിക്കാം എന്ന് വിചാരിക്കുന്ന വിഷയമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ടതും ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും കീഴടക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിട്ടുള്ള ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഗോഡ് ഐ ഫീൽ ലൈക്ക് ടോക്കിംഗ് ഇത് പ്രസംഗം നടത്തുന്ന പോലെ ഇന്നത്തേക്കുള്ള വിഷയത്തിൽ ഞാൻ ഇന്നതാണ് സംസാരിക്കുന്നത്. അങ്ങനല്ല, കമ്പാരിസൺ ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരുന്നത്. ഞാനിങ്ങനെ ബാക്കിയുള്ളവരുടെ ജീവിതങ്ങൾ കണ്ടും ബാക്കിയുള്ളവരുടെ ചുറ്റുപാടുകൾ കണ്ടിട്ടും ബാക്കിയുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ടിട്ടും I used to compare those lives with my life a lot, and that used to bring a lot of misery in my life. സമാധാനം പോവുകയും ഉറക്കം പോവുകയും ടെൻഷൻ അടിക്കുകയും ആങ്സൈറ്റി ഉണ്ടാവുകയൊക്കെ ചെയ്ത കാര്യങ്ങളാണ് കമ്പാരിസൺ എന്നുള്ളത്. സോ കമ്പാരിസൺ എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ ഒബ്വിയസ്ലി ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഐ ക്യാൻ ഡു മൈ സ്കിൻ കെയർ ഓൾസോ സോ ദാറ്റ് യു നോ എ വിൻ ഇസ് എ വിൻ. കമ്പാരിസൺ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്ന് വെച്ചാൽ എനിക്ക് അധികം പ്രശ്നങ്ങൾ നേരത്തെ കുറവായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് ആകുന്നതിനൊക്കെ മുന്നേ മൈ കമ്പാരിസൺ ഇഷ്യൂസ് വെർ നോട്ട് ദാറ്റ് ബിഗ്. ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുമായിട്ടൊക്കെ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യും. അപ്പം അവരെയൊക്കെ നന്നായിട്ട് മിടുക്കനാവാൻ ശ്രമിക്കും, നന്നായിട്ട് പഠിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്ന കമ്പാരിസൺ ഇഷ്യൂസ് ഞാൻ ടാക്കിൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും ആ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെയാണ് കാര്യം വരുന്നത്. ഇപ്പം നമുക്കൊരു മാർക്ക് കിട്ടിയാൽ നമ്മൾ ഉടനെ അടുത്ത ആളുടെ പേപ്പറിലേക്കാണ് നോക്കുന്നത്. ഇപ്പം എനിക്കൊരു 80-ൽ 78 ഉണ്ടെന്ന് വിചാരിച്ചു, അടുത്ത ആൾക്ക് 79 ഉണ്ടെങ്കിൽ എങ്ങനെ കിട്ടി 79, എനിക്ക് എവിടെ പോയി എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും എനിക്ക് ചില സമയങ്ങളിൽ അത് പൊങ്ങി വരാറുണ്ട്. ഐ ട്രൈ ടു സപ്രസ് ഇറ്റ്, പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരാറുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു ആ ഇഷ്യൂസ് ഉണ്ടായിരുന്നത്. അതായത് അപ്പം നമുക്ക് വേറെ കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കാനുള്ള ബാക്കിയുള്ളവരുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി സ്ട്രക്ചറിനെ പറ്റിയിട്ട് നമുക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ സമയത്ത് എന്താണ് ചിന്തിക്കാനുള്ളത്, അക്കാഡമിക്സിനെ പറ്റിയിട്ട് മാത്രമാണ് ആ സമയത്ത് ചിന്തിക്കാനുണ്ടാകും. അപ്പം അന്ന് ആ കമ്പാരിസൺ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് ഇത് ഇത്ര അൺഹെൽത്തി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ എന്താണ്, വെൻ ഐ എം കമ്പയറിങ് മൈ സെൽഫ് ടു അനദർ പേഴ്സൺ, എനിക്ക് നന്നായിട്ടത് പഠിക്കാൻ അത് മോട്ടിവേഷൻ ആകുകയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഐ ഡിഡ്ന്റ് സ്റ്റോപ്പ് മൈ സെൽഫ് ഫ്രം ഡൂയിങ് ഇറ്റ്. ഇപ്പം നമ്മൾ കള്ളത്തരം പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കുറ്റബോധം വരും, അയ്യോ കള്ളത്തരം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയില്ല. എൻ്റെ മനസ്സിൽ ഞാനത് ജസ്റ്റിഫൈ ചെയ്യുന്നത് എൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. അതായത് വെൻ ഐ എം കമ്പയറിങ് മൈ സെൽഫ് ടു അനദർ പേഴ്സൺ, ഐ എം ഗെറ്റിംഗ് ബെറ്റർ ഇൻ ദിസ്. അതായത് അവരുടെ മാർക്ക് നോക്കിയിട്ട് അടുത്ത ഇഫ് ഐ എം ഗെറ്റിംഗ് മോട്ടിവേറ്റഡ് ടു സ്റ്റഡി മോർ, ദിസ് ഇസ് എ ഗുഡ് തിങ്. അപ്പം ഇതിനകത്തൊരു മോശം കാര്യമില്ല. അങ്ങനെ ഞാൻ ഈ സാധനം ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതായത് കമ്പാരിസൺ എന്നൊരു സാധനം. കോളേജ് എത്തിയപ്പോഴും ഇതേ സാധനം ഞാൻ പഠിത്തത്തിനായിട്ട് തന്നെ യൂസ് ചെയ്തു. അതായത് ഐ യൂസ് ടു കമ്പയർ എൻ്റെ മാർക്ക് മറ്റു ആളുകളുടെ മാർക്ക് വെച്ചാൽ അപ്പോഴും എനിക്ക് അങ്ങനെ നെഗറ്റീവ്സ് ആയിട്ടൊന്നും തോന്നിയില്ല. ബിക്കോസ് എനിക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഗെയിൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു ബാക്കിയുള്ളവരെ കാട്ടിലൊക്കെ. അപ്പോൾ അവരെ മാർക്ക് കിട്ടുന്നതിനൊക്കെ കൂടുതൽ മാർക്ക് ഞാൻ കിട്ടാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. ആൻഡ് ദാറ്റ്സ് ദ വേ ദാറ്റ് ഐ യൂസ് കമ്പാരിസൺസ് ബാക്ക് ദെൻ.
പക്ഷെ കോളേജൊക്കെ കഴിഞ്ഞിട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് ടു ബി എ പ്രോപ്പർ അഡൾട്ട്, സ്കൂളും കോളേജും എന്ന ബബിള് ബേഴ്സ്റ്റായി പുറത്ത് വന്നുകൊണ്ടിരുന്ന സമയത്തും ഐ വാസ് യൂസിങ് ദ സെയിം കമ്പാരിസൺ ആസ് എ ടൂൾ ടു മേക്ക് മീ ബെറ്റർ. പക്ഷെ അവിടാണ് എനിക്ക് ആ സമയത്ത് ബാക്ക് ഫയർ ചെയ്തത്. ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിത്തം മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാമില്ല. നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വാല്യൂ കൊണ്ടുവരാൻ നമ്മുടെ അക്കാഡമിക്സ് തന്നെയാണ്, വേറെ ഒന്നിനും നമ്മുടെ പേഴ്സണാലിറ്റി, ഓൾ ദോസ് ബുൾഷിറ്റ്, നത്തിങ്. Nobody cares about that. If you want to get valued, you have to be really good at academics. So that was working for me. അതായത് വേറൊരാളെ കണ്ട് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ വേറൊരാളുടെ സ്കോർസ് ഒക്കെ കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആയി, കമ്പയർ ചെയ്തിട്ട് മോട്ടിവേറ്റഡ് ആയി നന്നായിട്ട് പഠിക്കുമ്പോഴത്തേക്കും ഐ വാസ് ഓൾസോ ഗെറ്റിംഗ് ബെറ്റർ ഇൻ ദാറ്റ് ലാഡർ ഓഫ് അക്കാഡമിക്സ്. മേക്ക് സെൻസ്? കാരണം എനിക്ക് ചില സമയത്ത് പറയുമ്പോഴത്തേക്കും എൻ്റെ റിലേ മൊത്തം പോകും. സോ നെവർ മൈൻഡ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം കോളേജൊക്കെ കഴിഞ്ഞു, ബാക്കി എല്ലാം എന്താണ് നമ്മൾ പുറത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ സോഷ്യൽ മീഡിയ ആൻഡ് ഓൾ ദോസ് തിങ്സ്, ദിസ് കമ്പാരിസൺ സ്റ്റാർട്ടഡ് ടു ബാക്ക് ഫയർ മീ ലൈക്ക് എനിത്തിങ്. സോ സോഷ്യൽ മീഡിയയിൽ ഇനിഷ്യലി എല്ലാവരെയും പോലെ തന്നെ ഐ യൂസ് ടു ഓൾസോ പോസ്റ്റ് കോണ്ടന്റ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഐ യൂസ് ടു ഫീൽ വെരി ഹാപ്പി ഓൺ ദാറ്റ്. പക്ഷെ ഇനിഷ്യലി അത്ര ഫോളോവേഴ്സ് ഒന്നും എൻ്റെ പേജിലൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ പോലെ തുടങ്ങിയിട്ട് ഫ്രണ്ട്സും കൊളീഗ്സും സ്കൂൾ മേറ്റ്സും ഒക്കെ മാത്രം ഉണ്ടായിരുന്ന ഒരു പേജായിരുന്നു എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ്. പതിയെ പതിയെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോവേഴ്സ് ഒക്കെ ആയി തുടങ്ങി, ബ്രാൻഡ്സ് വരാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ബ്രാൻഡ്സ് ഒക്കെ വന്നിട്ട് നമ്മളോട് പറയും, അങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്താലോ, ആ ക്രിയേറ്ററിനെ കണ്ടിട്ട് ഈ ക്രിയേറ്ററിനെ പോലെ നമുക്ക് ചെയ്താലോ, അങ്ങനെ ഒരു കോണ്ടന്റ് ഞങ്ങൾക്ക് തരൂല്ലേ. അപ്പോൾ ഈവൻ ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് അറ്റ് ദ പേജസ്. അവരുടെ മൊത്തം കോണ്ടന്റിലൂടെ പോകും. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ഇവരിങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അപ്പം ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാശുള്ള സാധനം വാങ്ങിക്കണം അല്ലേ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ, അതായത് ഹൈ എൻഡ് സാധനങ്ങൾ വാങ്ങിക്കണം, ഉപയോഗിക്കണം. സോ ഇഫ് യു ആർ നോട്ട് യൂസിങ് ദാറ്റ് യു കാൺ ബി കോൾഡ് ആസ് എ പ്രോപ്പർ ക്രിയേറ്റർ ആൻഡ് ഓൾ ദോസ് തിങ്സ് എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ അവരും ബ്രാൻഡ്സും അത് പറഞ്ഞിട്ടൊന്നുമില്ല. ഐ വാസ് ജസ്റ്റ് ഊഹാപോഹിക്കലിങ് ഓൾ ദീസ് തിങ്സ്. അങ്ങനെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് ഇൻ എ വെരി ബാഡ് പൊസിഷൻ. കാരണം ഞാൻ എല്ലാ ദിവസവും വല്ല ക്രിയേറ്റേഴ്സിനെയും പോയി ഇങ്ങനെ നോക്കി അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെ പോലെ എങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഐ ലോസ്റ്റ് മൈ ഒറിജിനാലിറ്റി. നേരത്തെ എന്തിനാണോ ബ്രാൻഡ്സ് വന്നുകൊണ്ടിരുന്നത്, നമ്മുടെ യൂണീക്നെസ്സിനായിക്കോട്ടെ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കോണ്ടന്റിനായിക്കോട്ടെ, അതങ്ങ് പതിയെ ഫെയ്ഡ് ആവാൻ തുടങ്ങി. And that's when I realized that, you know what, I should stop comparing myself to other people. അപ്പോഴാണ് I learned it in a very hard way. കാരണം ആ സമയത്തൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഫോളോവേഴ്സ് കുറയാൻ തുടങ്ങി, ബ്രാൻഡ്സുകൾ വരുന്നത് കുറയാൻ തുടങ്ങി. And that started to make me realize that, you know, I'm doing something wrong. And I understood that that was comparison. And I tried to stop it, especially in my content journey. I started to push it far away. കാരണം every individual is different and every individual's perspectives are also very different. ഞാൻ ഒരു കാര്യം കാണുന്ന പോലല്ല നിങ്ങൾ ഒരു കാര്യം കാണുന്നത്, നിങ്ങൾ ഒരു കാര്യം കാണുന്ന പോലല്ല ഞാനൊരു കാര്യം കാണുന്നത്. So that perspectives makes a person very different from one another. Sure. That perspective makes individuals differ from one another. So I learned it in a hard way that comparisons can really kill you. ഞാൻ ഇനിഷ്യലി വിചാരിച്ചുകൊണ്ടിരുന്ന സംഭവം ഞാൻ പറഞ്ഞല്ലോ, അതായത് ഐ യൂസ്ഡ് ഇറ്റ് ആസ് എ ടൂൾ ടു മേക്ക് മൈസെൽഫ് ബെറ്റർ, അല്ലെങ്കിൽ ടു മേക്ക് മീ എക്സെൽ ഇൻ എ ഫീൽഡ്. പക്ഷെ ഇൻ റിയൽ ലൈഫ് കമ്പാരിസൺ will kill you. So yeah, that was episode 1 of Adulting series, and I think that it went pretty well. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റി, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ പറയാൻ പറ്റി, ഞാൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ പറയാൻ പറ്റി. ഹോപ്പ് ദാറ്റ് ഹെൽപ്സ്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മളപ്പോൾ ഇത് ഭയങ്കര ക്ലീശയാണ്, എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള സാധനം. പക്ഷെ ഞാനൊന്നുകൂടെ പറയാണ്, ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ട്രൂ. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ രീതികളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ പെർസെപ്ഷൻസും നമ്മുടെ ഐഡിയാസും
ഒക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് ഓൾ റൈറ്റ് ടു ലുക്ക് അതേഴ്സ് ആൻഡ് ലേൺ ഫ്രം ദം. പക്ഷെ എവിടെയാണ് ആ വര വരയ്ക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായിരിക്കണം. ആ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. So yeah, that's it for today's video. I hope you guys enjoyed today's video. And if you guys like this video, please do like, share, subscribe, hit the bell button. Oh my god, I said it perfectly this time. അത് മാത്രമല്ല, അഡൾട്ടിങ് സെഗ്മെന്റിന് വേണ്ടിയിട്ട് ഏത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഐ വിൽ ട്രൈ ടു ഡു ദാറ്റ്. താഴെ നിങ്ങളുടെ കോമന്റ് ബോക്സിൽ അത് എഴുതിയാൽ മാത്രം മതി. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ സീ യു വിത്ത് യെറ്റ് അനദർ വീഡിയോ. അപ്പോൾ ശരി.